ഈ 10ാമത്തെ ശ്ലോകമാണ് പത്മയോഗത്തിലെ. സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വം കേശവോസ്തിഷ്ഠ കാമധുക്. സൃഷ്ടികർത്താവ് പണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ യജ്ഞഭാവനാ സഹിതരായി പ്രജകളെ സൃഷ്ടിച്ചു പറഞ്ഞു. യജ്ഞഭാവനാ സഹിതരായി പ്രജകളെ സൃഷ്ടിച്ചു പറഞ്ഞു, ഈ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക. ഈ യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന കാമധേനുവായി തീരട്ടെ. പ്രജാപതി അഥവാ സമഷ്ടി മനസ്സ് പഞ്ചഭൂതാത്മകമായ ഈ വിശ്വപ്രദർശനം ആരംഭിച്ചപ്പോൾ തന്നെ ജീവിതരംഗത്ത് അധ്വാനിച്ച് പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ മനുഷ്യനടക്കമുള്ള പ്രജകളോടൊപ്പം ത്യാഗമനോഭാവത്തെയും സൃഷ്ടിച്ചു. ഈ യജ്ഞഭാവന എവിടെയും കാണാം. സൂര്യൻ പ്രകാശിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, സമുദ്രം തിരയടിച്ചുകൊണ്ടിരിക്കുന്നു, ഭൂമി സർവം സഹിക്കുന്നു. എല്ലാം ത്യാഗ മനോഭാവത്തോടെ, അർപ്പിതമായ മാതൃവാത്സ്യത്തോടെ, ഒരിക്കലും ആസക്തിയുടെയോ സ്വാർത്ഥോദ്ദേശത്തിന്റെയോ കണിക പോലും ഇല്ലാതെ. പ്രാപഞ്ചിക ശക്തികൾ മുഴുവനും നൈസർഗികമായി തന്നെ എല്ലാറ്റിനെയും സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമുഖത്ത് ജീവന്റെ ആവിർഭാവത്തിന് വേണ്ടി അതിനു മുമ്പ് തന്നെ പ്രകൃതി ശക്തികൾ ദിവ്യമായ അർപ്പണബോധത്തോടെയുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കളമൊരുക്കിയിരുന്നു. ജീവികൾ വളരുകയും പെരുകുകയും ചെയ്തിട്ടും ജീവിത വികാസത്തെ പൊരുത്തപ്പെടുത്തുന്ന വിവിധതരം യജ്ഞപ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലും നടക്കുന്നതായി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈ ആശയത്തെ കാവ്യശൈലിയിൽ പറഞ്ഞാൽ അർത്ഥപുഷ്കലമായ ഈ ഗീതാശ്ലോകമായി സേവന സന്നദ്ധതയും ത്യാഗമനോഭാവവും ലോക സൃഷ്ടിയോടൊപ്പം തന്നെ ഉള്ളതാണ്. സൃഷ്ടാവ് ഇപ്രകാരം പ്രസ്താവിച്ച പോലുണ്ട്, ഈ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾ വർദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് കാമധേനുവായിരിക്കും. സർവ അഭീഷ്ടങ്ങളും കറന്നെടുക്കാവുന്ന പുരാണ പ്രസിദ്ധമായ ഒരു പശുവാണ് കാമധേനു. അതായത് സഹകരണ ചിട്ടയിൽ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുകയും വേണ്ടത്ര അനാസക്തിയും യജ്ഞഭാവനയും കർമ്മങ്ങളിൽ ചെലുത്തുവാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ മനുഷ്യന് സാധിക്കാത്ത ഒരു നേട്ടവുമില്ല എന്നേ ഇതിനർത്ഥമാക്കേണ്ടു. ഇതിന് ഈ സൃഷ്ടികർത്താവ് പണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ യജ്ഞഭാവന സഹിതരായി പ്രജകളെ സൃഷ്ടിച്ചു പറഞ്ഞു, ഈ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക. അതിലെ യജ്ഞഭാവം നമ്മൾ നേരത്തെ പറഞ്ഞു, യജ്ഞം ഒക്കെ ഒരു കർമ്മമാണ്. യാഗം, യജ്ഞം ഇതൊക്കെ ഒരു വൈദിക കർമ്മങ്ങളാണ്. പക്ഷെ ഇത് വെച്ചിട്ടില്ല, ഇതിനെ നമ്മുടെ കർമ്മത്തിലോട്ട് കൊണ്ടുവരുക. ഈ ഭാവന നമ്മൾ ഓരോ ഇതും സമർപ്പണമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭാവന, യജ്ഞഭാവന, ഈ ഒരു പണ്ടൊക്കെ കാലത്ത് ഒരു യജ്ഞവും യാഗവും എന്നൊക്കെ പറയാം, എത്രയോ പേരുടെ എഫർട്ടാണ് അതിനകത്തില്, എല്ലാവരുടെ കൂട്ടായ്മയാണത്. അല്ലാതെ ഒരാളിരുന്ന് യജ്ഞം ചെയ്യുകയല്ല, ഒരു യാഗം ചെയ്യുന്നതിന്റെ ഒരാളുടെ എഫർട്ട് അല്ല, അത് ഒരു കൂട്ടായ്മയാണ്. ഇതായിരിക്കണം നമ്മുടെ കർമ്മത്തിലും ഇതുണ്ട്. പക്ഷെ നമ്മൾ നമ്മൾ ഇതിനെ അംഗീകരിക്കത്തില്ല. നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞിട്ട് അതിന്റെ ഫലം വരുമ്പോഴോ അത് എന്റെ മാത്രം യജ്ഞഭാവനയാണോ അത്? ഇപ്പൊ അതാ പറയുന്നത്. ഇപ്പൊ നമ്മള് ഈ ഒരു യജ്ഞഭാവന, ത്യാഗ മനോഭാവം നമുക്കിപ്പോ ഈ എനിക്ക് ഇത് ഞാൻ കർമ്മം ചെയ്ത അതിന്റെ ഫലം എനിക്ക് മാത്രം, ഞാൻ ഈ കർമ്മം ചെയ്യുന്നു, ഇതിന്റെ ഫലം എനിക്ക് വേണം. ഈ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് നമ്മൾ നടക്കുന്നത്, യജ്ഞഭാവനയല്ല. അതേ സമയത്തോ ആലോചിച്ച് ഈ പ്രകൃതിയിൽ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാ, ഇതെല്ലാം എന്തെങ്കിലും സ്വാർത്ഥോദ്ദേശത്തോടാണ് ഓരോന്ന് കാര്യങ്ങൾ നടക്കുന്നത്. അതിന്റെ എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം സൂര്യൻ ഉദിക്കുന്നു ഇല്ലയോ, നമ്മൾ ഈ ദിവസങ്ങൾ ഓരോന്ന് പോകുന്നു, അതിന് എന്തെങ്കിലും അതിൻ്റെയൊക്കെ ഓരോ ഈ സൃഷ്ടിയുടെ ആരംഭം മുതലേ ഉണ്ട്. എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്, എക്സെപ്റ്റ് മനുഷ്യന് മാത്രമേ ഉള്ളൂ വിവേക ബുദ്ധി എന്നിരിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാം. ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും അത് ഈ പ്രകൃതിയുടെ ഒരു നിയമം അനുസരിച്ച് അതിന് പ്രവർത്തിക്കാൻ പറ്റും. മാറി ചെയ്യാൻ ഒരു ജീവികൾക്കും, മനുഷ്യനല്ലാതെ. പക്ഷെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നതോ, നമുക്ക് വിവേകം തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ലോകത്ത് നടക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തികളെല്ലാം വിവേകത്തിലാണോ? മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുന്നത്. യജ്ഞഭാവനയിലല്ല മനുഷ്യൻ. ഇവിടെ പൊതുവായിട്ട് പറയുമ്പോഴും മെജോറിറ്റിയും യജ്ഞഭാവനയിലില്ല, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ യജ്ഞഭാവന കൊണ്ടേ എനിക്ക് പ്രോസ്പെരിറ്റി വരത്തുള്ളൂ. അഭിവൃദ്ധി വരണമെങ്കിലോ യജ്ഞഭാവന വേണം. സ്വാർത്ഥ താല്പര്യമാണെങ്കിൽ ഞാൻ തൽക്കാലത്തേക്കൊരു
ഒരു വിജയം വരുമെങ്കിലും അത് എന്നെ ദുരിതത്തിലോട്ട്, എന്റെ പരാജയത്തിലോട്ടാ നയിക്കത്തുള്ളൂ, എന്റെ നാശത്തിലോട്ടേ പോകത്തുള്ളൂ. യജ്ഞഭാവനയിലാണെങ്കിലോ ഇനി ഞാൻ സ്വസ്ഥതയിലോട്ട് നീങ്ങും. എന്നുവെച്ചാൽ എനിക്ക് ദുരിതാവസ്ഥയില്ല, എനിക്ക് പീസ്ഫുൾനെസ്, എനിക്ക് ശാന്തതയും സമാധാനവും ഉണ്ടാവും. എല്ലാരും ഇവിടെ കർമ്മം ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? സ്വസ്ഥതയ്ക്കും സമാധാനത്തിനുമാണ്. പക്ഷെ ഏത് ഭാവത്തിലാ ചെയ്യുന്നത്? ഭാവത്തില്ല. അതുകൊണ്ട് എന്താ? ദുരിതം തന്നെ ജീവിതം. മെജോറിറ്റി ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ഈ വാസനകളിൽ ജനിച്ചു വന്ന് ഈ സഞ്ചിത കർമ്മം പ്രാരബ്ധമായി. ആ പ്രാരബ്ധത്തിനെ ഞാൻ എന്റെ അഹന്താ മമതയിലാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വികാരത്തിന് അടിമപ്പെട്ട് എല്ലാവരും വികാരത്തിന് അടിമപ്പെട്ട് കർമ്മം ചെയ്യുകയാണ്. അപ്പൊ ഈ വികാരത്തിന് അടിമപ്പെട്ട് കർമ്മം ചെയ്താലോ അത് സ്വാർത്ഥത. എന്റെ ഇഷ്ടമാണ്, എന്റെ വികാരങ്ങൾ എന്തുവാ? എന്റെ ഇഷ്ടത്തിനനുസരിച്ചേ ഞാൻ കർമ്മം ചെയ്യത്തുള്ളൂ. നമുക്ക് ധർമ്മം എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ മനുഷ്യന് വിവേകബുദ്ധി തന്നിട്ടുണ്ടെങ്കിലും ആ വിവേകത്തെ വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. വികാരം ഏതാ, നമ്മൾക്ക് വിവേകം ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. ഇപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വിവേകം എന്താണെന്ന്. വിവേകം എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വിവേകം എന്താണെന്ന് പറയാമോ? സത്യത്തെ തിരിച്ചറിയുന്നത്. അത് നമ്മൾ പറഞ്ഞതാ, അതുകൊണ്ടാ ചോദിക്കുന്നേ. പറയും മഞ്ജു, പറയും. സത്യത്തെ തിരിച്ചറിയുന്നത്, നിത്യമായിട്ട് നിൽക്കുന്നത്, പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന ഏതാണ്, നശ്വരം ഏതാ അനശ്വരം ഏതാണ് തിരിച്ചറിവ് വേർതിരിച്ചറിയുന്നത് ഏതാണ് സത്യം ഏതാണ് മിഥ്യ. നമ്മുടെ അനുഭവത്തിൽ എങ്ങനെ അത് മനസ്സിലാവുന്നേ? നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിൽ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ അത് വിവേകമാണോ ഇല്ലയോ അതാ നമ്മൾ പെട്ടെന്നൊരു റിയാക്ഷൻ ചെയ്യുന്നത് വിചാരത്തിലായിരിക്കും, വികാര ബുദ്ധിയിലായിരിക്കും. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ സമാധാനത്തിൽ ചിന്തിക്കുമ്പോൾ, എടുത്തുചാടി അല്ലാതെ സമാധാനത്തിൽ ചിന്തിക്കുമ്പോൾ വരുന്ന ഡയറക്ഷനാണ് വിവേകം. ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. പിന്നെ അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് ഒരു മനസാക്ഷി പറയുന്നുണ്ട് ഏത് കാര്യത്തിലും, പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു നമ്മളിൽ നിന്നുള്ളിൽ വരുന്ന വിവേകത്തിന്റെ ഡയറക്ഷന് നമ്മുടെ മനസാക്ഷി പറയുന്നുണ്ട് ഇത് ശരിയല്ല, ഇത്. പക്ഷെ എന്തുവാ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇങ്ങനെ. അപ്പൊ നമ്മുടെ ആ സ്വാർത്ഥ ബുദ്ധിയാണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ഈ വിവേകത്തിൽ നമ്മളുള്ള ഒരു മനസാക്ഷിന്റെ ഒരു ഡയറക്ഷൻ വരും നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മൾ ഈ മനസാക്ഷി എന്ന് പറയുന്നതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുവാണ്. ഈ മനസാക്ഷി എന്നുള്ള പ്രകടനത്തിന്റെ കാരണം എന്താ? ഒന്നി ഞാൻ വികാരത്തെ അളിച്ചതിലായിരിക്കും. വികാരത്തിന്റെ ഒരു ഭയങ്കര വികാരത്തിലായിരിക്കും. ഒന്നീ സന്തോഷം, അല്ലെങ്കിൽ വിഷമം, അല്ലെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ അസൂയ, ഇങ്ങനെയൊക്കെയുള്ള ചില വികാരങ്ങളുണ്ട്. അല്ലെങ്കിൽ നിരാശ. അപ്പൊ ഇതൊക്കെ ഇത് മുൻപിട്ട് നിൽക്കുക. ഇതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് അറിയുന്നില്ല. വികാരം അങ്ങ് കൊള്ളുക, എമോഷണൽ ആവുക. എപ്പോഴും നമുക്കറിയാം എല്ലാരും എമോഷണലാ. അപ്പൊ നമ്മൾ ഈ എമോഷൻസ് ആവുന്നുണ്ട് നമുക്ക് ആ ഡയറക്ഷൻ. പക്ഷെ നമ്മൾ ഈ എമോഷൻസ് എല്ലാം കെട്ടടങ്ങുന്ന സമയത്ത് രാത്രി നമുക്ക് എല്ലാവർക്കും അത് ചിന്തയുണ്ട്. അത് എല്ലാവരുടെയും അനുഭവമാണ്. ഈ വികാരങ്ങളെല്ലാം കെട്ടടങ്ങി നമ്മൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമ്മളിൽ ഒരു ഡയറക്ഷൻ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വേണ്ടായിരുന്നു, കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ എങ്ങനെയാകാതെ. അപ്പൊ അങ്ങനെ ഒരു ഡയറക്ഷൻ നമ്മൾ അത് ചിന്തിച്ചെടുക്കുന്നതല്ല, നമ്മളിൽ നിന്നൊരു ഉൾവിളി വരികയാണ്. ഇതാണ് വിവേകം. ഇതെല്ലാവരിലും തുല്യമാണ്. പക്ഷേ ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്ത് കാരണം? വാസന കാരണം. ഓരോരുത്തരുടെയും വാസന ഓരോ ലെവലില്ല. അത് കാരണം അത് മറന്നു കിടക്കുക. പക്ഷെ ബുദ്ധി അതല്ല. ഒരു കർമ്മം ചെയ്യുന്നതിന് പുറകിലുള്ള വിചാരത്തെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധി എന്തിനെയാണ്? എന്റെ അനുഭവങ്ങളെ വെച്ചിട്ട്, എന്റെ അറിവിനെ വെച്ചിട്ട്, അതിനെയൊക്കെ വെച്ചിട്ടാണ് ഈ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അപ്പം ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് പുറകില് ഞാൻ പഠിച്ച അറിവുകള്, എനിക്കുണ്ടായ അനുഭവത്തിന്റെ അറിവ്, പിന്നെ എന്റെ പേരൻസിൽ നിന്ന് കിട്ടിയെന്ന് എന്റെ സ്വഭാവങ്ങള്, ബേസിക് ആയിട്ടുള്ള സ്വഭാവങ്ങൾ, ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ്, അതിനെയാണ് പറഞ്ഞ ബുദ്ധി. വിവേചിച്ചറിയുന്ന ചിന്തകളെയാണ് വിവേചിച്ചറിഞ്ഞ് വേർതിരിച്ച് ശരി തെറ്റേതെന്നുള്ളത്. ഇത് എനിക്കൊരു വികാരം കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലോ, ഒന്നീ വിഷമത്തില്, അല്ലെങ്കിൽ ദേഷ്യത്തില്, അല്ലെങ്കിൽ അസൂയയിലാണെങ്കിലോ,
ഈ അസൂയയും ഈ ബുദ്ധിയും കൂടെ കമ്പൈൻ ആവും, താതാത്മ്യം പ്രാപിക്കും. ഈ വികാരത്തിന് അടിമപ്പെട്ട് ബുദ്ധി നിൽക്കും. നമ്മൾ എപ്പോഴും വികാരം കൊള്ളുകയാണ്. ഓരോ ഇഷ്യൂസ് വരുമ്പോൾ, ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോ വികാരത്തില്ല. അതെല്ലാവരുടെ അനുഭവമില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും നമ്മൾ ഓരോ തരത്തിലുള്ള വികാരത്തില്ല. അപ്പം ആ ബുദ്ധി ആ വികാരമായിട്ട് അടിമപ്പെട്ട് ചെയ്യുമ്പോഴേ അത് വെറും കർമ്മമായി പോവുക. ഈ കർമ്മത്തിനെ നമ്മൾ യോഗമാറ്റി മാറ്റണം. അതാണ് വിവേകത്തിൽ ചെയ്യുന്നത്. എങ്ങനെ യോഗത്തിൽ ചെയ്യും? ആ വിവേകത്തിൽ ചെയ്യുന്നതിനെയാ യോഗം എന്ന് പറയുന്നത്. സമർപ്പണ ബുദ്ധി. വിവേകം എന്ന് പറഞ്ഞാൽ എവിടുന്ന് വരുന്നതാ? എന്നിലുള്ള ഡിവൈനിറ്റി വരുന്നതാ, എന്നിലുള്ള ഈ ചൈതന്യത്തിൽ നിന്ന് വരുന്നതാ. എന്നിലൊരു ഈശ്വര ചൈതന്യമുണ്ട്. അതിൽ നിന്ന് വരുന്ന ഡയറക്ഷനാണത്. അത് പ്രകാരമേ നമ്മൾ കർമ്മം ചെയ്യാം വിവേകത്തിൽ. അതുകൊണ്ടാണ് ഒന്നും എടുത്തു ചാടി ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഞാൻ ചെയ്യുന്നത് ഒരു വിവേകത്തിലാണെങ്കിലോ അത് യജ്ഞഭാവമാണ്, സമർപ്പണ ബുദ്ധിയാണത്. അത് വിവേക ബുദ്ധി. മറ്റേതെന്തുവാ? വികാരത്തിന് അടിമപ്പെട്ട് ചെയ്യുന്നതോ അത് വികാരബുദ്ധി. നമ്മളെല്ലാവരും വികാരബുദ്ധിയിൽ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അതിന് വലിയ വലിയ കർമ്മങ്ങളെ മാത്രം എടുക്കരുത്. ഈ ജീവിതത്തിൽ നമ്മൾ രാവിലെ, ഞാൻ പറഞ്ഞു, രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നതാണ് എൻ്റെ ഒരു ദിവസം. അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ചേരുന്നതാണ് ആഴ്ചയാവുന്നതും മാസമാവുന്നതും വർഷമാവുന്നതും. ഇങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രധാന സംഭവങ്ങൾ വരുമ്പോൾ ഞാൻ വിവേകത്തിൽ അല്ലെങ്കിൽ ധർമ്മത്തിൽ ചെയ്യാമെന്ന് വിചാരിക്കരുത്. എന്റെ ഒരു ശീലമാക്കി മാറ്റണം ഈ ധർമ്മത്തിൽ ചെയ്യുക എന്നുള്ളത്. എന്റെ ശീലം എന്തുവാണെന്ന്? സ്വാർത്ഥ താല്പര്യമില്ലാതെ, ഞാൻ എൻ്റെ എന്നുള്ള ഭാവമില്ലാതെ രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നവരെ നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങണം. അപ്പോഴും നമുക്ക് മനസ്സിലാവും ഇതൊരു യജ്ഞഭാവമാണ്. ഈ സ്വാർത്ഥ താല്പര്യം വിട്ടാൽ എന്താ പിന്നെ? ത്യാഗമനോഭാവം. നമ്മൾ എനിക്കും എല്ലാവർക്കും വേണ്ടി ഈ ഒരു ഭാവം നമ്മളിലോട്ട് കൊണ്ടുവരണം പതുക്കെ. പക്ഷെ നമ്മൾ അങ്ങനെ ഇതുവരെ ശീലിച്ചിട്ടില്ല. ഇതിനുള്ള സമയമാണ് നമ്മുടെ ഇപ്പോഴത്തെ മെജോറിറ്റി ആൾക്കാർ. നമ്മളിപ്പം ഇതിനകത്ത് ഇരിക്കുന്നവരെല്ലാം വാനപ്രസ്ഥത്തിൽ ഇരിക്കുന്നവരാ. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു, വാനപ്രസ്ഥത്തിലോട്ടായിരിക്കുകയാണ്. ഈ വാനപ്രസ്ഥം എന്തിനുള്ളതാ? പരിശീലനം. മനസ്സിനെ പരിശീലിപ്പിക്കാതെ ഒന്നും നടക്കത്തില്ല ഇവിടെ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അല്ലേ ഞാൻ അങ്ങനെയൊക്കെ ആയിത്തീരും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിത്തീരുന്ന അവസ്ഥയല്ല മോക്ഷാവസ്ഥ. അതിനുവേണ്ടി ഞാൻ പ്രയത്നം ചെയ്യണം. യജ്ഞഭാവത്തിൽ വേണം. ഏതും എന്റെ ഭാവം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കർമ്മം ചെയ്യുന്ന ആ കർമ്മത്തിനെ, ഒരു ദാനം എന്നുള്ളൊരു കർമ്മം ചെയ്യുവാണെങ്കിൽ ആ കർമ്മത്തിനെ ദാനമാക്കുന്ന അതിന്റെ പുറകിലുള്ള എന്റെ മനോഭാവമാണ്. അല്ലെങ്കിൽ അത് ദാനമല്ല. ഇതുപോലാണ് എല്ലാ കർമ്മവും. സ്വാർത്ഥ അഹന്ത മമത ഉണ്ടെങ്കിൽ അത് ആ കർമ്മമല്ല. അതിൽ നമ്മൾ എല്ലാത്തിനെയും യോഗത്തിൽ വേണം, വിവേകത്തിൽ വേണം, സമർപ്പണ ബുദ്ധിയിൽ വേണം. ഇതാണ് യജ്ഞഭാവന. അങ്ങനെ ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ ഒരു യജ്ഞഭാവനയുണ്ട് ഇവിടെ. ആ യജ്ഞഭാവത്തിലാണ് സൃഷ്ടി നടന്നത് തന്നെ. എന്നിട്ട് ആ സൃഷ്ടികർത്താവ് പ്രജാപതി എന്ന് പറയുന്നു. അത് ബ്രഹ്മാവാണ്. നമ്മുടെ സങ്കല്പം ബ്രഹ്മാവാണ്. എന്തുകൊണ്ടാ ബ്രഹ്മാവ് എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിനെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ബ്രഹ്മാവിന് 4 തലകളുണ്ട്. എന്തുകൊണ്ടാ ബ്രഹ്മാവിന് 4 തലകൾ എന്ന് പറയാമോ? ബ്രഹ്മാവിന് 3 തലയോ? 3 തലയല്ലേ? 4. പുറയിലൊന്നുണ്ട്, നമുക്ക് പടത്തിൽ കാണാൻ പറ്റത്തില്ല. 4 തലയുണ്ട്. ആർക്കെങ്കിലും പറയാമോ ബ്രഹ്മാവിന് 4 തലയുണ്ട്? 4 തലയെന്ന് ആണോ? അതേ 3 തലയാണോ? ബ്രഹ്മാവിന് 4 തലയാണ്. 4 തല. ഈ 4 തല എന്തുകൊണ്ടാ ബ്രഹ്മാവിന്? എന്താ 5 തല വെക്കാഞ്ഞ, അല്ലെങ്കിൽ 3 തല വെക്കാഞ്ഞ? എന്തുകൊണ്ടാ 4 തല വെച്ചേക്കുന്നത്? മനസ്സാണെങ്കിൽ ബുദ്ധി, ചിത്തം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതാണ്. ഇതിനെയാണ് ഈ മനസ്സാണ് ക്രിയേഷൻ നടത്തുന്നത്. ഈ ലോകത്തിൽ ആരും നോക്കി, ഏത് കർമ്മത്തിന്റെ, ഏത് സൃഷ്ടിയുടെ പുറകിൽ ഒരു മനസ്സുണ്ട്. ഏത് ഡെവലപ്മെന്റ്, സയൻസിന്റെ ഏത് ഡെവലപ്മെന്റ് ആയാലും കൂട്ടായ മനസ്സുകളുടെ യജ്ഞഭാവമാണ്. ഏതോ റോക്കറ്റ് വിടുന്നു, അല്ലെങ്കിൽ എവിടേക്ക് പോകുന്നു, ഒരാളുടെ കഴിവാണോ? എത്രയോ എഞ്ചിനീയേഴ്സ്, എത്രയോ ആൾക്കാരുടെ കൂട്ടായ ഒരു യജ്ഞഭാവമാണത്. ഇതാണ് നമ്മൾ ഈ സൃഷ്ടിയിൽ ആരംഭത്തിൽ തന്നെ ഈ യജ്ഞഭാവമുണ്ട്. പ്രകൃതിയിലോട്ട് നോക്കുക, എല്ലാം ഒരു സൈക്കിളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു തെറ്റും വരത്തില്ല. അതേസമയത്ത് മനുഷ്യനെ കയറി ഇടംകേട് ഉണ്ടാക്കുക.
ഈ ഒരു ഇക്വിലിബ്രിയത്തിനെ, ആ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്നത് മനുഷ്യൻ മാത്രമാണ്. കാരണം എന്താ? മനുഷ്യനെ ഉള്ളൂ മാറി ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് കൊടുത്തേക്കുന്നത്, വിവേക ബുദ്ധി കൊടുത്തേക്കുന്നത്. വികാര ബുദ്ധി കൊണ്ട് ബാക്കി എല്ലാത്തിനും അതിന്റെ വികാരം അനുസരിച്ച് അതിന് മുന്നോട്ട് പ്രകൃതി, ആ പ്രകൃതിയുടെ, പക്ഷെ ഇത് മനുഷ്യന് പ്രകൃതിക്കും മേപ്പോട്ട് വരാൻ പറ്റും. എന്റെ പ്രകൃതി എന്ന് പറഞ്ഞത് എന്റെ സ്വഭാവമാണ്, എന്റെ സംസ്കാരത്തിനാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിൽ നിന്ന് എനിക്ക് മാറി ചെയ്യാനും പറ്റും. എന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറി ചെയ്യാൻ എനിക്ക് പറ്റും. എന്റെ പ്രകൃതി, എന്റെ വാസന, എന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അതിൽ നിന്ന് മാറി ചെയ്യാൻ വേറെ ഒരു ജീവജാലങ്ങൾക്ക് കൂടെ വഴി മനുഷ്യന് മാത്രമേ സാധിക്കൂ. അപ്പം വിവേകത്തിൽ ചെയ്യുന്നതിന് പകരം അതാണ് യജ്ഞഭാവന. അതിന് പകരം സ്വാർത്ഥ താല്പര്യത്തിലാണ് നീങ്ങുന്നത്. ബാക്കി ഒന്നും ഇവിടെ, ബാക്കി ഒരു ജീവജാലങ്ങളും സ്വാർത്ഥ താല്പര്യത്തിലില്ല. അതിന്റെ വികാരം, അതിന്റെ സ്വാർത്ഥ മീൻസ് അതിന്റെ വികാരത്തിനനുസരിച്ചാണ് അത് ഒരു സന്തുലിതാവസ്ഥയോടെ നേടും. പക്ഷെ മനുഷ്യനോ ആ സന്തുലിതാവസ്ഥയ്ക്ക് പകരം അവിടാണ് ഈ വിവേകത്തിൽ നിന്ന് വന്നാലേ എനിക്ക് മേപ്പോട്ട് ഉയർച്ചയുള്ളൂ, സമാധാനമുള്ളൂ. പക്ഷേ ഞാൻ ഈ വികാരത്തിൽ ചെയ്യുന്നുണ്ട്, മറ്റു ജീവജാലങ്ങളുടെ കൂട്ടി ചെയ്യുന്നുണ്ട്, അതിന് ആ രീതി മാത്രമേ എനിക്ക് തിരിച്ച് ജന്മം കിട്ടത്തുള്ളൂ. അതെനിക്ക് സ്വസ്ഥമായിട്ടുള്ള ലൈഫ് കിട്ടത്തില്ല, സമാധാനം കിട്ടത്തില്ല. മനുഷ്യന് മാത്രമേ ഉള്ളൂ മോക്ഷാവസരം. ഈശ്വരനിലോട്ട് വേറെ ഒരു ജീവജാലങ്ങൾക്കും ഈശ്വരനിലോട്ട് ലയിക്കാനുള്ള അവസരമില്ല. എന്തുകൊണ്ടാ? അതിന്റെ ജന്മം അങ്ങനെ ആയിപ്പോയി. അത് പിന്നെ ഓരോ പരിണാമത്തിന്റെ ദശയിൽ ഓരോ ഉയർന്ന ജന്മത്തിൽ വന്ന് മനുഷ്യജന്മത്തിൽ വന്ന് പിന്നെയുള്ളൂ ഈശ്വരനിലോട്ട് ലയിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ മനുഷ്യന് മാത്രമേ ഉള്ളൂ യജ്ഞഭാവനയിൽ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഒന്നിനും അങ്ങനെ ഒക്കത്തില്ല. അതുകൊണ്ട് ആ ജന്മങ്ങളിൽ തന്നെ അത് കിടന്ന് ചുറ്റിത്തിരിയും. പിന്നെ അതിന്റെ ആ രീതിയിൽ നിന്ന് വേണം ഓരോ പരിണാമം. ഒരു പാറക്കല്ല് എങ്ങനെയാ ഒരു പെബിൾ ആവുന്നേ? മനോഹരമായ ഒരു ചെറിയ റഫായിട്ടുള്ള ചില പെബിൾ ആവുന്നതിന് പല പല ഈ പരിണാമ തട്ടി 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 അങ്ങനെ അത് പരിവപ്പെട്ട് ഒരു മനോഹരമായ ഒരു ചെറിയ പാറകഷ്ണം വരുന്നു. അതുപോലെ വന്നേക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മനുഷ്യൻ. പക്ഷെ അതിൽ നിന്ന് ആ പരമാത്മ ചേർന്ന് ലയിക്കണം എന്നുണ്ടെങ്കിലോ അവിടെ ഈ വിവേകത്തിൽ പ്രവർത്തിക്കണം. മനുഷ്യന് മാത്രമേ ആ വിവേകത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം പ്രകൃതിക്ക് അടിമപ്പെട്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അവിടെ പാലിക്കപ്പെടുന്നു. ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ നമ്മൾ സ്വാർത്ഥ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ആ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുന്നു. അപ്പം അതുകൊണ്ട് എന്തുവാ? ഈ പ്രകൃതി നമുക്ക് ദുരിതം വരുന്നു. പ്രകൃതിയിൽ വെച്ചാൽ ഞാൻ എന്റെ വികാരത്തിന് അടിമപ്പെട്ട് ചെയ്യുന്നു. നമ്മൾ വിവേകത്തിൽ ചെയ്താലേ നമുക്ക് സ്വസ്ഥത വരുത്തുള്ളൂ. വികാരത്തിന് അടിമപ്പെട്ട് ചെയ്താലോ ഞാൻ ജന്മത്തിനെ കൂട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഈ വികാരത്തിന് അടിമപ്പെട്ട് കൂടി ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ മനുഷ്യജന്മത്തിന് താഴെ പിന്നെ മൃഗജന്മത്തിലോട്ട് പോകും, അല്ലെങ്കിൽ പക്ഷി, അങ്ങനെ താഴ്ന്നും പോകും ജന്മം. നമ്മുടെ വിവേക ബുദ്ധിയിൽ കർമ്മം ചെയ്ത് കർമ്മയോഗത്തിൽ കൂടെ ചിത്തശുദ്ധി വന്ന് അങ്ങനെ പോകുമ്പോഴേ ഉള്ളൂ തിരിച്ചും മനുഷ്യജന്മത്തിൽ കൂടെ തിരിച്ചും. ഈ ചിത്തശുദ്ധി വരണമെങ്കിൽ ഒരു മനുഷ്യജന്മം കൊണ്ട് സാധിക്കത്തില്ല. പല പല ജന്മങ്ങളിൽ കൂടെ. ഇപ്പൊ നമ്മളെല്ലാം ഗീത പഠിക്കാനുള്ള കാരണം എന്താ? കഴിഞ്ഞ ജന്മത്തിൽ ഇതിന്റെയൊക്കെ എന്തൊക്കെ നമ്മൾ ഇത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിലോട്ട് വരുന്നത്. എത്രയോ പേർക്ക് ഇങ്ങോട്ട് വരാൻ ഒരു താല്പര്യവും ഇല്ല. അവർക്ക് ഇനി എത്രയോ ജന്മങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു ഈ ഗീതയിലോട്ട് ഇതിൽ ഈ ഒരു മനോഭാവത്തിലോട്ട് താല്പര്യം കാണിക്കാൻ. ഇതൊക്കെ ഒരു വേസ്റ്റാ, ഇതൊന്നും വേണ്ടതല്ല. എത്രയോ പേര് അങ്ങനെ കരുതുന്നത്. അപ്പൊ അവരുടെ ഇനിയും ജന്മങ്ങൾ ഉണ്ടാവണം മനുഷ്യജന്മത്തിൽ കൂടെ. പിന്നെ ഒരു സമയം ജന്മം വരുമ്പോ അവർ ഇതിലോട്ട് തിരിയും. പക്ഷെ നമ്മളിപ്പോ തിരിഞ്ഞു കഴിഞ്ഞു. അപ്പൊ തിരിയുമ്പോഴോ നമ്മൾ ഇതിലോട്ട് തിരിഞ്ഞു കഴിച്ചാൽ ഇതിലോട്ട് അറിഞ്ഞു തുടങ്ങി. ഈ അറിഞ്ഞതിനെ നമ്മൾ ശരിക്കും ഇതിനെ വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യ പറയുന്നുണ്ട്, ഈ അറിഞ്ഞിട്ടും ഇതിനെ പ്രാക്ടീസ് ചെയ്യാതെ ഈ അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നവർ ആത്മഹന്താക്കളാണ്. ഒരു ആത്മഹത്യ ചെയ്യുന്ന പോലാണ് ഈ ആത്മീയമായിട്ടുള്ള അറിവിലോട്ട് വന്നെങ്കിലും അതിനെ സീരിയസ് ആയിട്ട് കാണാതെ അതിനെ പരിശ്രമിക്കാതെ ജീവിതം നശിപ്പിക്കുന്നവര് ആത്മഹന്താവ്, ആത്മഹത്യാപരമാണത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതൊക്കെ അറിയാനുള്ള ചാൻസ് വന്നു, സാഹചര്യം വന്നു. നമ്മൾ ഇതിനെ ശരിയായിട്ട് ശ്രമിക്കുന്നില്ലെങ്കിലോ അതൊക്കെ നമ്മളൊക്കെ കിട്ടിയ പറഞ്ഞ ഓരോ ഓപ്പർച്യൂണിറ്റിയും ഓരോ അവസരങ്ങൾ, നമ്മുടെ ഒരു അവസരം അത് കളഞ്ഞു കുളിച്ചാലോ പിന്നെ ദുഃഖിക്കേണ്ടി വരും. അതാ കൃഷ്ണൻ അർജുനോട് പറയുന്നത്, അർജുന നിനക്ക് കിട്ടിയ ഒരു അവസരം ഇപ്പൊ നീ ചെയ്തില്ലെങ്കിലോ പിന്നെ നിനക്ക് ദുഃഖിക്കേണ്ടി വരും, നിന്റെ ജീവിതം നാശത്തിലോട്ട് പോകും, തിരിച്ചും ഇതേപോലെ തന്നെ ജന്മം എടുക്കേണ്ടി വരും. അപ്പൊ ഇത് നമ്മൾ വികാരത്തിന് അടിമപ്പെട്ട് ചെയ്യാതെ യജ്ഞഭാവത്തിൽ, സഹകരണ മനോഭാവത്തിൽ, അത് ഏത് കർമ്മത്തിന്റെ പുറകിലോട്ട് യജ്ഞഭാവനയുണ്ടാവും. യജ്ഞഭാവനയ്ക്ക് ഓപ്പോസിറ്റ് എന്താ? സ്വാർത്ഥ ഭാവന. ഞാന് എന്റെ എന്നുള്ള ഭാവനയിൽ അരുത് നമ്മൾ ഓരോ കർമ്മങ്ങളും.
എല്ലാ ചെറിയ കർമ്മങ്ങൾ, ഏത് കർമ്മമായിക്കോട്ടെ, അത് നമ്മുടെ ഭാവം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മളെ ഒബ്സർവ് ചെയ്യാൻ ആരംഭിക്കണം. അപ്പൊ ഈ യജ്ഞഭാവം അതാ യജ്ഞം വെച്ചാല് വെറും വൈദിക കർമ്മം, യാഗവും യജ്ഞവും എന്നുള്ള അതേ സങ്കല്പമാണ് നമ്മുടെ കർമ്മത്തിലോട്ട് ഉപയോഗിക്കേണ്ടത്. സമർപ്പണമാണ്. എല്ലാ യജ്ഞത്തിലും യാഗത്തിലും പൂജകളിലും എല്ലാം സമർപ്പണം ചെയ്യുകയാണ്. ആ സമർപ്പണ ബുദ്ധി നമ്മുടെ കർമ്മത്തിലും ഉണ്ടാവണം. യജ്ഞഭാവം, ഇതിനെ നമ്മൾ ശരിക്കും, ഈ യജ്ഞഭാവമാണ് കർമ്മയോഗത്തിന്റെ അടിസ്ഥാനം. സഹകരണ മനോഭാവമാണ്, അല്ലാതെ സ്വാർത്ഥ മനോഭാവമല്ല. അപ്പൊ ഈ യജ്ഞഭാവനയുടെ ഇമ്പോർട്ടൻസ് പറയാം. ഇതിന് പല ശ്ലോകങ്ങളിൽ വരുന്നുണ്ട് ഈ യജ്ഞഭാവത്തിന്റെ. അടുത്ത ശ്ലോകം 11-ാമത്തെ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത് ശ്രേയ പരമവാപ്സ്യത. ഈ യജ്ഞം കൊണ്ട് ദേവന്മാരെ പോഷിപ്പിക്കൂ, ആ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ. അങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരമശ്രേയസ് നേടുവിൻ. വൈദിക കാലത്ത് പ്രകൃതി ശക്തികളെ ദേവന്മാരായി സങ്കല്പിച്ചിരുന്നു എന്ന് നമുക്കറിയാം. വിശ്വവ്യാപകമായ ആ ശക്തി ഒന്നു തന്നെയാണെങ്കിലും അതിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് വിവിധ നാമങ്ങൾ നൽകിയിരിക്കുകയാണ്. ഏത് കർമ്മരംഗത്തും തത്കർത്താവിനെ ലാഭരൂപത്തിൽ അനുഗ്രഹിക്കുന്ന ശക്തി എന്ന് ദേവശബ്ദത്തെ അതിന്റെ വ്യാപകമായ അർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്രകാരം കർത്താവിനെ അനുഗ്രഹിക്കുന്ന ദേവൻ അതത് കർമ്മരംഗത്തെ ഉൽപാദന ശക്യതയല്ലാതെ മറ്റൊന്നുമല്ല. നമ്മുടെ ആത്മാർത്ഥമായ പ്രയത്നവും ത്യാഗവും ഏതെങ്കിലും മണ്ഡലത്തിൽ വിനിയോഗിക്കുമ്പോൾ അത് ആ മണ്ഡലത്തിലെ സർഗാത്മസാധ്യതയെ പ്രസാദിപ്പിക്കുകയും ആ ദേവത പ്രസാദിച്ച് പ്രയത്നത്തിന്റെ ഫലരൂപത്തിൽ പ്രത്യക്ഷമായി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. ഇക്കാലത്തും ഭാരതമാതാവെന്നും ബ്രിട്ടാനി എന്നും മറ്റും പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആലോചിച്ചാൽ ഇത് വളരെ വ്യക്തമാവും. ഇപ്രകാരം രൂപകൽപ്പന ചെയ്ത് സംസാരിക്കുമ്പോൾ നാം അർത്ഥമാക്കുന്നത് എല്ലാ കർമ്മരംഗങ്ങളിലുമുള്ള ആ രാജ്യത്തിന്റെ ഉൽപാദന സാധ്യത എന്നാണല്ലോ. ഏത് മണ്ഡലത്തിലായാലും സുപ്തമായി കിടക്കുന്ന ഉൽപാദന ക്ഷമതയെ ഉണർത്തുന്നതിന് നമ്മുടെ ആത്മാർത്ഥമായ പ്രയത്നം ആവശ്യമാണ്. എവിടെയുമുള്ള ഈ സുപ്ത സാധ്യതകളെയാണ് നാം യജ്ഞം കൊണ്ട് പ്രസാദിപ്പിക്കേണ്ട ദേവന്മാർ. അങ്ങനെ ചെയ്യുമ്പോൾ ആ ദേവന്മാർ നമ്മെ അനുഗ്രഹിക്കും, പോഷിപ്പിക്കൂ എന്ന് തീർച്ചയാണ്. ഇങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ പരമശ്രേയസ് നേടട്ടെ എന്നതാണ് സൃഷ്ടാവിന്റെ ഉദ്ദേശമെന്ന് ഭഗവാൻ പറയുന്നു. ഈ സേവന നിയമം വിശ്വത്തിലെ സചേതനവും അചേതനവുമായ സൃഷ്ടികളെല്ലാം നൈസർഗികമായി തന്നെ അനുവർത്തിച്ചു വരുന്നു. സ്വേച്ഛ പോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനെ നൽകപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ സാർവത്രികമായ യജ്ഞത്യാഗ നിയമത്തെ എത്രത്തോളം അനുസരിക്കാതിരിക്കുന്നുവോ അത്രത്തോളം യജ്ഞൻ ക്ലേശിക്കാൻ ഇടവരാം. വസ്തുസ്ഥിതികൾ ഉല്ലാസഹേതുക്കൾ അല്ലാത്തത് കൊണ്ടല്ല, സ്വന്തം ധിക്കാരവും സ്വാർത്ഥവും കൊണ്ട് പ്രകൃതിയുടെ സ്വസ്വരതയിൽ അപസ്വരം ചേർക്കുന്നത് കൊണ്ട് മാത്രം. അതാണ് ഇവിടെ ദേവനെ നമ്മൾ പോഷിപ്പിക്കണം. അപ്പം ദേവനും നമ്മളോട് പ്രസാദിക്കുന്നു പറയാം. ഈ ദേവസങ്കല്പം നമ്മളിപ്പോ ദേവന്മാരെ പറയുന്നതുവാ, അയ്യപ്പന്, ദേവി, മുരുകൻ, ഗണപതി, ഇങ്ങനെ ദേവസങ്കല്പം. ഈ ദേവസങ്കല്പത്തിന്റെ ഈ ശാസ്ത്രങ്ങളിൽ പറയുന്ന ഒരു ഇപ്പം നമ്മൾ കൃഷി നടത്തുന്നു, ഇതിനൊക്കെ നമ്മൾ ഓരോ ദേവതകളൊക്കെ വെച്ചിട്ട് വെച്ചോ. പക്ഷെ അതിന് ശരിക്കുള്ള ദേവസങ്കല്പം എന്താണ്? നമ്മൾ കൃഷി ചെയ്യുന്നു. ആ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്ത്, കൃഷിയിടത്തില് നമ്മൾ അധ്വാനം ചെയ്യുക, അതൊരു കൃഷി ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശമാണ്. നമ്മൾ ആ പ്രയത്നം ചെയ്യുമ്പോൾ ആ കൃഷിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിൻ്റെതായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വിളവ് നല്ലതായിരിക്കും. നമ്മൾ കാണിക്കുന്ന ഏത് രീതിയിലാണോ നമ്മൾ ആ ദേവനെ പ്രസാദിക്കുന്നത് വെച്ചാൽ ആ കൃഷിയെ നമ്മൾ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അത് തിരിച്ചു തരുന്ന വിളവ്. അപ്പൊ ആ ഉൽപാദന ക്ഷമതയാണ്. ഒരു ഫാക്ടറി നടക്കുന്നു. ഒരു ഫാക്ടറി എങ്ങനെയാ? ഒരാളാണോ നടത്തുന്നത്? എത്രയോ പേരുടെ കൂട്ടായ്മയിലാണ് നടക്കുന്നത്. അപ്പം എല്ലാവരുടെയും ഒരു കൂട്ടായ യജ്ഞമുണ്ട് അവിടെ. ആ ഒരു ഫാക്ടറിയിലെ ഒരു പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഫാക്ടറി എന്ന് വെച്ചു, പല രീതിയിലുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ അവിടെ നൽകപ്പെടുക. അങ്ങനെ പ്രോഡക്റ്റ് വരുന്നു, അതിന് ഉൽപാദനം വരുന്നു. ആ ഉൽപാദനം അതെങ്ങനെയാ യജ്ഞഭാവമാവുന്നേ?
ഇവർ തന്നെ നമ്മൾ അത് എന്തുവാ അതിന്റെ മുതലാളിമാര് മാത്രം പങ്കിട്ടെടുക്കും. അതിന് ആരൊക്കെയാ അതിൻ്റെ അടുത്ത് ഈ വർക്കേഴ്സിനെ വെച്ചാൽ ആരൊക്കെയാണോ ഈ ഉൽപാദനം ഉണ്ടാക്കിയതിന്റെ അവർക്ക് അതിൽ ഷെയർ ചെയ്യണം. അപ്പം നമ്മൾ എല്ലാരും ചേർന്നുണ്ടാക്കി അതിന്റെ ഫലം ഒരാൾ മാത്രം ഭുജിക്കുന്നു. അത് വേറെ ശ്ലോകത്തിൽ വരും. അപ്പൊ എന്താ ഈ എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് ഒരു ഫാക്ടറി ഇമ്പ്രൂവ് ആവുന്നത്. അല്ലാതെ ഒരാളുടെ ആ മുതലാളിയുടെ മാത്രം പ്രയത്നത്തിലാണോ? അല്ല. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിന്റെയും കൂട്ടായ്മയിലാണ് ഒരു ഫാക്ടറിയുടെ പ്രോഫിറ്റ് ഒക്കെ വരുന്നത്, അഭിവൃദ്ധി വരുന്നത്. അപ്പൊ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം, ആ കൂട്ടായ പ്രയത്നം അതിന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു. അപ്പൊ നമ്മൾ ഇടുന്ന എഫർട്ട് പോലിരിക്കും തിരിച്ചു കിട്ടുന്നത്. അതാണ് ഈ ദേവസങ്കല്പവും ആ ഉൽപാദനക്ഷമതയാണ് ദേവൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഓരോന്നിനും നമ്മൾ ഓരോ ദേവന്മാരെ സങ്കല്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ ജനറൽ കൺസെപ്റ്റ് ഇതാണ്. അതിന്റെ അതാ പറഞ്ഞേ, ഏത് കർമ്മരംഗത്തും തത്കർത്താവിനെ ലാഭരൂപത്തിൽ അനുഗ്രഹിക്കുന്ന ശക്തി എന്ന് ദേവശബ്ദത്തെ അതിന്റെ വ്യാപകമായ അർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് ഏത് ഫീൽഡായാലും ഏത് കർമ്മരംഗമായാലും ആ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർത്താവിനെ ലാഭരൂപത്തിൽ അനുഗ്രഹിക്കുന്ന ശക്തി. നമ്മളിപ്പോ എന്തോ ചെയ്യുന്ന ഒരു കർമ്മം ചെയ്യുമ്പോഴേ നമ്മൾ അവിടെ വഴിപാട് നേരും, ഇല്ലയോ? ഇത് ദൈവമേ ഞാനത് ചെയ്യാൻ പോവാ, എല്ലാം നല്ലതായിട്ട് വരണേ, നല്ല ഫലം ഉണ്ടാവണേ. നമ്മൾ ഈ വേണ്ടാത്ത അതിന് പറയും, നമ്മൾ ഈ ശാസ്ത്രങ്ങളെ ഗ്രഹിക്കാത്തതുകൊണ്ട് വേണ്ടാത്ത രീതികളില്ല. അതേ സമയത്ത് ഇതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഒരു മനസ്സിലെ പ്രാർത്ഥനയല്ല, നമ്മൾ ആ ചെയ്യുന്ന കർമ്മം ശരിയായിട്ട് ചെയ്യത്തില്ല, ശരിയാൻ പറ്റും. നമ്മുടെ മനസ്സിൽ ഇത് ശരിയായി വരുമോ, ഇത് എങ്ങനെ ആവും, ഇത് വന്നില്ലെങ്കിൽ എനിക്ക് ഒക്കത്തില്ലല്ലോ. ഈ സ്വാർത്ഥ ചിന്തകള് ആ കർമ്മത്തിനെ ശരിയായി ചെയ്യാൻ നമ്മളെ വിടത്തില്ല. നമ്മുടെ മനസ്സിങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും, ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. ശരിയാവോ ഈ ഭയത്തിൽ. അതുകൊണ്ട് എന്തുവാ, ശരിയായി എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. അതാ പറഞ്ഞത്, നമ്മൾ ഈ ഒരു സ്വാർത്ഥ താല്പര്യം ഈ മനസ്സിൽ ചിന്തകൾ നിൽക്കും തോറും എന്റെ എഫർട്ടിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, എനിക്ക് ഫുൾ എഫർട്ട് ഇടാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും അതാ പറയുന്നത്, ഈ സ്വാർത്ഥ ചിന്തകൾ നിൽക്കും തോറും അത് എന്നെ അഭിവൃദ്ധിയിലോട്ട് കൊണ്ടുവരത്തില്ല, നാശത്തിലോട്ടേ കൊണ്ടുപോകത്തുള്ളൂ. നമ്മൾ വിചാരിക്കും എന്തുവാ, ഞാൻ ഇങ്ങനെ ചിന്തിക്കാതെ എന്നെ എങ്ങനെ ശരിയാവും, ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കേണ്ടായോ, എന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കേണ്ടായോ. നമ്മൾ ഇതിനൊക്കെ ന്യായീകരണം കണ്ടെത്തുക. എങ്ങനെയാ നമ്മൾ അർജുനൻ ന്യായീകരണം കണ്ടെത്തി ഈ യുദ്ധം ചെയ്യാതിരിക്കാൻ? എനിക്ക് പറഞ്ഞു, നമ്മുടെ ഓരോന്നിനും നമ്മളെല്ലാം ന്യായീകരണം കണ്ടെത്തും, ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്തും. ഇതുകൊണ്ട് ആർക്കാ എന്ത് ഫലം? നമ്മൾ തന്നെ ഇത് അനുഭവിക്കാൻ പോകുന്നത്. ഇതിന്റെ നല്ലത് വന്നാലും ചീത്ത വന്നാലും നമ്മൾ അനുഭവിക്കണം. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്തുവാ, ചീത്ത വരരുത്, നല്ലതേ വരാവൂ. ചെയ്യുന്നതോ വേണ്ടാത്ത രീതിയിലും. ഇത് രണ്ടും കൂടെ എങ്ങനെയാ ഇത് ശരിയാവുന്നേ? അപ്പൊ ഇതിനെയാണ് ഈ ശാസ്ത്രങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ കർമ്മം എങ്ങനെ ചെയ്യണം. നമ്മൾ വല്ലതും ചിന്തിക്കാറുണ്ടോ? നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുക, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇതിന്റെ ഫലം വന്നിരിക്കണം. അത് നമ്മൾ ഭഗവാനെ നമ്മൾ കൂട്ടുപിടിക്കുക, ബ്രൈബ് ചെയ്യുക. ഞാൻ എങ്ങനെങ്കിലും ചെയ്യുക, പക്ഷെ എനിക്ക് ഫലം കിട്ടിയിരിക്കണം. എങ്ങനെ അതാ പറയുന്നത്, നമ്മൾ ഇതിന്റെ കാര്യങ്ങളെ ഗ്രഹിക്കാതെ ചെയ്യുന്തോറും നമുക്ക് ദുരിതത്തിലോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രോസ്പെരിറ്റി വരത്തില്ല. നമുക്ക് തോന്നും ഈ പ്രോസ്പെരിറ്റി വരണമെന്നുണ്ടെങ്കിൽ എത്രയോ അധർമ്മികൾക്കാണ് പെട്ടെന്ന് പണം ഉണ്ടാവുന്നതും പ്രോസ്പെരിറ്റി വരുന്നതും. ഇതൊക്കെ നൈമിഷിക്കുക, എത്രയോ ഇതിന് തലമറ കീഴ്മയം മറിയും. നമ്മൾ എത്രയോ അനുഭവങ്ങൾ എത്രയോ പേരുടെ കാണുന്നു. അപ്പൊ പക്ഷെ ഇതൊക്കെ നമ്മളെ വെളി കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൽ നിന്നും പഠിക്കത്തില്ല. നമ്മൾ ചെയ്യുമ്പോഴോ നമ്മളിപ്പോ പിന്നെയും ശങ്കരൻ തെങ്ങയിൽ പോലെ കുറെയൊക്കെ കണ്ടാലും ഇതിൽ നിന്ന് നമ്മളൊന്നും പഠിക്കത്തില്ല. ഇതിനെ നമ്മൾ ശരിക്കും മനനം ചെയ്യണം. ഈ മനനം ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? നമ്മളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരും, നമ്മളിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടപോലെ ആയിരിക്കത്തില്ല ഇനി കാര്യങ്ങളെ ഗ്രഹിക്കുന്നതും ഗ്രഹിച്ച് കാര്യങ്ങളെ റെസ്പോണ്ട് ചെയ്യുന്നതും നമ്മൾ അങ്ങനെ ആയിരിക്കത്തില്ല. ഏത് ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ അതിനോടുള്ള പ്രതികരണം ഇതിനെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ രീതിയിലായിരിക്കും. ഇപ്പം നമ്മൾ പ്രതികരിക്കാൻ നമുക്ക് അറിയത്തില്ല, നമ്മൾ അജ്ഞാനത്തില, അവിവേകത്തില, എന്നുവെച്ചാൽ വികാരത്തില. അവിവേകം ചെന്താ വികാരത്തിലിരിക്കുക. ആ വികാരം അനുസരിച്ച് ചെയ്ത് കൂട്ടി ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. എന്താ എനിക്ക് ഇങ്ങനെ ദുരിതം വരുന്നത്? എനിക്ക് മാത്രം. ഓരോരുത്തരുടെയും ഓരോ ലെവൽ അനുസരിച്ച് അവർക്ക് ദുരിതം വന്നുകൊണ്ടിരിക്കുന്നു. പൊതുവെ നമുക്കറിയാമല്ലോ, ഈ ലോകത്ത് ദുരിതാവസ്ഥ കൂടുകയാണ്. നമുക്ക് എല്ലാവരെയും അറിയാം. വെളിയിൽ ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും ഓരോ വീടുകളിലും പ്രശ്നങ്ങളാ. എന്തുകൊണ്ടാ? സമാധാനമില്ല. എന്താ? എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കാ.
എനിക്ക് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മളൊരു ക്ലാരിറ്റി ഇല്ല. ഈ ഗീത പഠിക്കുന്നത് ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ മാറി ചിന്തിക്കും, മാറി പ്രവർത്തിക്കും. ഇങ്ങനെയാണ് നമുക്ക് സ്വസ്ഥത വരുന്നത്. അല്ലാതെ ഗീത ശ്ലോക അർത്ഥം കാണാതെ പഠിച്ച് പറഞ്ഞുകൊണ്ട് അല്ല. ഇതിനെ ഞാൻ മനനം ചെയ്ത് ഗ്രഹിക്കണം, ഞാൻ ഉൾക്കൊള്ളണം. അർത്ഥം കാണാതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ഇതെന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഗ്രഹിക്കണം, അതിന് ഞാൻ ചിന്തിക്കണം. ചിന്തിച്ചാലല്ല ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നോവൽ പോലെ അല്ല ഇത്. നമ്മൾ ഇതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ എനിക്ക് ക്ലാരിറ്റി വരും. ഓരോന്ന് എനിക്ക് ഡെപ്തിൽ ഞാൻ ചിന്തിക്കുമ്പോഴോറും എനിക്ക് ക്ലാരിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ അപ്പം നമുക്ക് അനുഭവപ്പെടും. ഇതൊരു പരമാർത്ഥ സത്യമാണ്. നമ്മൾ ഈ പഠിക്കുന്നതിനെ കുറിച്ച് ഞാൻ നിരന്തരം ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ താനെ ക്ലിയർ ആവും. നമ്മൾ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. മനസ്സിരുത്തി നിങ്ങൾ ഓരോന്നും കാര്യങ്ങൾ ഗ്രഹിച്ച് അതിനെ ചിന്തിച്ചാൽ അത് സ്വയം ക്ലിയർ ചെയ്യപ്പെടും. നമ്മൾ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്ക് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുക. സംസ്കൃത ശ്ലോകം വായിച്ച് അല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ വ്യാഖ്യാനങ്ങൾ സ്വാമിജിമാരുടെ ഉണ്ട്. തിരുമാനന്ദ സ്വാമി ഈ ഫീൽഡിലുള്ള ഏറ്റവും വലിയൊരു നല്ലൊരു സ്വാമിജിയുടെ വ്യാഖ്യാനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഉൾക്കൊണ്ടാൽ ആ ശ്ലോകം കാണാൻ പിടിക്കുന്ന കാര്യമില്ല. ശ്ലോകത്തിന്റെ അർത്ഥമല്ല, നമ്മുടെ ജീവിതമായിട്ടുള്ള കണക്ഷനാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ അതിനനുസരിച്ചാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ഈ യജ്ഞഭാവനയാണ് കർമ്മയോഗത്തിന്റെ മെയിൻ കാതലിത. യജ്ഞഭാവന എന്നുവെച്ചാൽ എന്താ? കൂട്ടായ്മയുണ്ട്. അതിൽ സ്വാർത്ഥത, ഞാൻ ഒറ്റയ്ക്കല്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്ത് നമുക്കറിയാമല്ലോ, നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മത്തിൽ നമ്മൾ വിജയിക്കുമ്പോഴേ അതിലൊരു കൂട്ടായ്മയുണ്ട്. പക്ഷെ നമ്മൾ ആ കൂട്ടായ്മയൊക്കെ വിടും. വിജയം വരിക്കുമ്പോഴോ എനിക്ക് ജോലി കിട്ടി, ഞാൻ വീട് വെച്ചു. അപ്പൊ ആ ഈഗോ കൊണ്ട് മേപ്പോട്ട്, ഈഗോ ആണ് അവിടെ ഉയരുന്നത്, സുഖിക്കുന്നത്. ഈഗോയ്ക്ക് നമ്മൾ സുഖിക്കാൻ സമ്മതിക്കരുത്. അതിന്റെ ക്രെഡിറ്റിനെ ഷെയർ ചെയ്യാൻ പഠിക്കണം. അതാ പറഞ്ഞ നമ്മൾ ഒരു വിജയം വരുമ്പോൾ അഹങ്കരിക്കുന്നതിന് കാരണം അതിന്റെ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് ഞാൻ ഈഗോ ഏറ്റെടുക്കുക. എന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ്, ഞാൻ പ്രയത്നിച്ചാണ് ഇത് നേടിയത്. അതിന്റെ ആ വിജയത്തില് എന്റെ ഹാർഡ് വർക്ക് മാത്രമല്ല, എത്രയോ പേരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിനെ ഞാൻ വിട്ടുകളയോ. അപ്പം അതിന് കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാവരുടെയും എഫർട്ട് ഞാൻ സ്വാഗതം ചെയ്യും. കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ എന്റെ മിടുക്കായിരുന്നു. ഈ രീതിയിലോട്ടാണ് നമ്മൾ വിജയത്തിനെ കാണുന്നത്. പരാജയം വന്നാലോ എന്നെ കൊണ്ടല്ല, സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ അവരെ കൊണ്ടാണ്. ഇതെല്ലാം അതിൽ നിന്ന് തലയൂരും. എന്നുവെച്ചാൽ എന്തുവാ? നമ്മൾ അതിനെ നിന്ന് എസ്കേപ്പ് ചെയ്യും. അത് വേറെ വല്ലവരുടെയും തലയെടുത്ത് ഒന്നീ സാഹചര്യത്തിന്റെ പുറത്തോട്ട് വെക്കും. എന്തുകൊണ്ട് എനിക്ക് പരാജയം എന്നൊന്നും ആരും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാറില്ല. നമ്മൾ ബ്ലെയിം ചെയ്യാൻ പഠിക്കും. അവരെ കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഞാൻ ചെയ്ത ഓരോ പിഴവും ഞാൻ മനസ്സിലാക്കത്തില്ല. അപ്പൊ എനിക്ക് ദുരിതത്തിലോട്ട് ഞാൻ പോകും. എന്താ എനിക്കിങ്ങനെ തിരിച്ചും പരാജയം വന്നുകൊണ്ടിരിക്കുന്നത്? അപ്പൊ എന്റെ വിധിയെ പഴിച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ വേണ്ടാതെ ശാസ്ത്രങ്ങളെ ശരിയായിട്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. നിരന്തരം മനനം ചെയ്യണം. ഇത് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇതിന് ഷോർട്ട് കട്ട് ഇല്ല. അവരവരുടെ താല്പര്യമാണ്, ക്യൂരിയോസിറ്റിയാണ് ഇതിന്റെ ക്ലാരിറ്റി വരുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ആർക്കൊന്നും ഒന്നും പറയാനില്ലയോ? ശരി, നമുക്ക് നാളെ കാണാം. നാളെ തിങ്കളാഴ്ച കാണാം.